മോനെ ഇതാണ് നെല്ലിയാമ്പതിയുടെ വൈൽഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്. കണ്ടോണം. നെല്ലിയാമ്പതിയിൽ തന്നെയുള്ള സീതാർകുണ്ട് എന്ന് പറയുന്ന ില്ല ഇതിന്റെ ചെവി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇവിടെ നിന്നാണ് നമ്മൾ നെല്ലിയാമ്പതി, അതായത് നമ്മുടെ പാലക്കാടിൻ്റെ മനോഹാരിതയായിട്ടുള്ള നെല്ലിയാമ്പതിയിലോട്ട് നമ്മൾ കയറി പോകുന്ന ചെക്ക് പോസ്റ്റാണ് ഇവിടെ. 6 മണിക്ക് മുമ്പ് ഇവിടുന്ന് കയറി പോകണം. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് 6 മണിയായി. അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നെല്ലിയാമ്പതി എത്തണം. കാരണം ആനയൊക്കെ ഇറങ്ങുന്ന വഴിയായതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മൾ നിർത്തുന്നില്ല. തൽക്കാലം വെച്ചലക്കി പോവാം. അളിയാ കാല് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതാ കുണ്ട്രച്ചോല ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കുണ്ട്രച്ചോല ബ്രിഡ്ജ്. ഇവിടുന്ന് എല്ലാം ഉരുൾ പൊട്ടി ഇറങ്ങി വന്നേക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ കാണാം. ധരിച്ചായിട്ട് കിടക്കണത്. അടിപൊളി. അതെ പോത്തുണ്ടിലാണ് കണ്ടോ കിടക്കണ. കണ്ടോ കുഞ്ഞാഞ്ഞേ ഉണ്ടോ? വേറെ ഓടാടെ എന്താ പൊന്ന് മുത്ത. അടിപൊളി. നന്നെ അവിടെ എല്ലാം ന്യാരകമായ വ്യൂ ആണ് ഇവിടെ എല്ലാം. ഇവിടുത്തെ നമ്മുടെ വയനാടിൻ്റെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ അതേ സമയത്ത് തന്നെ ഇവിടെ സംഭവിച്ച ലാൻഡ് സ്ലൈഡാണിത്. ഈ ഏരിയയിൽ നിങ്ങൾ മുകളിൽ നിങ്ങൾ പോന്നേക്കുവാണ്. മൊത്തം ഏരിയ മൊത്തം ഇങ്ങനെ പോയേക്കുവാണ്. എന്തോ താഴോട്ട് പോയേക്കുവാണ്. റോഡില്ല, ഒന്നുമില്ല ഇവിടെ. റോഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ചൊക്കെ പോകാന്നുള്ളൂ. കാരണം ഇന്നലെ 8 ആനയോളം ഈ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് ആ ഒരു സംഭവം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയറി പോകുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. പക്ഷേ വഴി ഭയങ്കരം എന്താ പറയുക, അങ്ങോട്ട് മാറി മഴയത്ത് മുഴുവൻ സൈഡൊക്കെ ഒഴുകിപ്പോയി കിടക്കുവാണ്. അതൊരു മയത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. ഇതുകൊണ്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് വഴിയിൽ. ഇതാ ഇന്നലത്തെ ആനപ്പിണ്ടം കിടക്കണുണ്ടോ കുട്ടികളെ? ഇത് ഈ നെല്ലിയാമ്പതി കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ്. മനസ്സിലായോ? മറ്റുള്ള ചിന്നാറ് പോലെയൊന്നുമില്ല. നമ്മളിപ്പോൾ കടന്നു നമ്മളിങ്ങോട്ട് വന്നത് ശരിക്കും മൂന്നാറിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നത് മറയൂര്, ചിന്നാര്, പിന്നെ നമ്മളിങ്ങനെ ഉടുമ്പൽപേട്ട് കയറിയിട്ട് നേരെ പൊള്ളാച്ചി പാലക്കാട് കയറിയാണ് വന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നിബിഡമായ വനം തന്നെ. പക്ഷെ കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല എയർ കണ്ടീഷൻ വെതറും. ഓഹോ അവിടെ ആനപ്പിണ്ടം കിടക്കുന്ന കിടപ്പ് കണ്ടോ മക്കളെ? അയ്യോ ആണ്. അപ്പം നമ്മളിതിനെ വളരെ ശ്രദ്ധിക്കണം. ഒച്ചയൊന്നും ഉണ്ടാക്കല്, ഹോണൊന്നും അടിക്കാതെ നൈസായിട്ട് വിട്ടോണം. വിട്ടോ. അതൊക്കെ ഇത് കാട്ടുപോത്താണ്. നല്ല ഒറിജിനൽ സാധനം. നോക്കിയേ, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ചെവി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെവി ഏതോ ഒരു ജന്തു കടിച്ച് പറിച്ചിട്ടേക്കുവാണ്. ഇനി വരും. ഇതാണ് സംഭവം. ഇനിയിപ്പം അടുത്ത നമുക്ക് ആനയെ പ്രതീക്ഷിക്കാം. എന്താ ആനപ്പിണ്ടൊക്കെ ഇതിൻ്റെ സൈഡിൽ കിടപ്പുണ്ട്. ലൈവ് സാധനം. സോ ഇതുവഴി വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വരാൻ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ലാൻഡ് സ്ലൈഡാണ്. ഈ നെല്ലിയാമ്പതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങളിലാണ് ഇതുപോലെ ഒരേ സമയത്ത് സംഭവിച്ചേക്കുന്നത്. ആ ഏരിയ ഒന്നും ഇല്ല. ഇവർ പറയുന്നത് ഇവിടെ ഒന്നും വണ്ടി നിർത്തരുത്, വിലക്ക് വിട്ടോണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെല്ലിയാമ്പതി യാത്ര എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത അഡ്വഞ്ചറസ് യാത്ര തന്നെ. ഇത് കണ്ടോ, ഏരിയകൾ മുഴുവൻ താഴേക്ക് ഇറങ്ങി കിടക്കുവാണ്. ഇത് നമുക്ക് സൺസെറ്റ് കാണാം ഇപ്പുറത്തെ സൈഡിൽ. ഈ വൈകുന്നേരം പോകുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്, നമുക്ക് വൈൽഡ് ലൈഫ് കാണാൻ പറ്റും. അതുപോലെ ഇതൊരു എന്താ പറയുക, ഒരു ഈറൻ കാലാവസ്ഥയാണ്. ഇത് ചെറിയൊരു മഴയും കൂടെ പെയ്ത് കിടക്കുന്നുണ്ടല്ലോ. വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു വൈൽഡ് ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. അല്ലടാ സത്യം. എല്ലാവരും ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന സകല മനുഷ്യരും എണീറ്റിരിക്കുക. അത് കണ്ടോ, സകല മനുഷ്യരും എണീറ്റ്. കണ്ടോ. അടുത്തോടാ ഞാൻ ഓടിക്കണം.
മോനെ ഇതാണ് നെല്ലിയാമ്പതിയുടെ വൈൽഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്. കണ്ടോണം, ഇതാ എൻ്റെ പൊന്നോ, ഇത് അസാധ്യമായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. ഒരു വ്യൂ പോയിന്റ് ആണ് സംഭവം. വാച്ച് അമേസിങ്. എൻ്റെ പൊന്നു, നെല്ലിയാമ്പതിയുടെ ഭീകരമായിട്ടുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നോക്കി ഏത് സമയത്തും ചെറിയ മഞ്ഞുണ്ട്. ചെറിയൊരു ഇപ്പൊ നേരെ കോട. അതായത് ലാസ്റ്റ് വണ്ടി അവര് വിടുന്നെന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടത്തില്ല. അത് ശരി, ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്ന് വെച്ചാൽ ിരിക്കുന്ന പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ 2.2 കിലോമീറ്റർ നേരെ പോകണം. ഓക്കെ, നേരെ വിട്ടേക്കുവാണെങ്കിൽ. ഓക്കെ, 14 കിലോമീറ്റർ എന്തോട്ട് ഇനി മുകളിലേക്ക് ഈ നെല്ലിയാമ്പതി മറ്റേ നെല്ലിയൊക്കെ ഉള്ളത് ഈ വഴി ആ വഴിയാണ്. നെല്ലിയാമ്പതിയിൽ തന്നെയുള്ള സീതാർകുണ്ട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അതിന് ലെഫ്റ്റ് എടുക്കണം. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് മുതൽ മോള് വരെ എത്തിച്ചേരുന്നതിന് എടുക്കുന്ന ഒരു 1 മണിക്കൂർ, അത് നമ്മൾ ടൈം എടുത്ത് നമ്മൾ കാണുക എന്നുള്ളതാണ്. ആ ഒരു സീനിക് ഡ്രൈവാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഈ വ്യൂ എന്ന് പറയുന്നത് കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമമാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോസ് വരുമ്പോൾ കൊല്ലങ്കോട് നിന്ന് നമ്മളിതിനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, അതായത് ആ തുടക്കത്തിലുള്ള നെൽപ്പാടം ഒരു സ്ഥാനത്തിൽ നിന്ന് ഞാനിങ്ങനെ മലനിരകൾ കാണിച്ചില്ലായിരുന്നു, ആ ഭാഗമാണ് ഈ പറയുന്ന മല. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം എത്തി നിന്നിട്ട് താഴെ ഭാഗം കാണുന്നത്. മനസ്സിലായോ? സോ എവറിബഡി പറ്റുമെങ്കിൽ നിങ്ങൾ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്തൊരു സ്ഥലമാണത്. ഈ പറയുന്ന നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായ സ്ഥലമാണ്. ട്രക്കിങ്ങും അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. ജീപ്പൊക്കെ എടുത്ത് ട്രക്കിങ്ങിന് പോകാം. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് മതിയാവോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച സ്ഥലം തന്നെയാണ് കേട്ടോ. പോയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ കണ്ടോ താഴെ ഗസലൊക്കെ കേട്ട് അടിപൊളിയായിട്ട് പുള്ളി അവിടെ വന്ന് കിടന്ന് എൻജോയ് ചെയ്യുന്നൊരു മച്ചാനാണ്. പൈക്കാലാണ് പുള്ളി വന്നത്. അപ്പോൾ ഇതുപോലെ വന്നിട്ട് കിടന്ന് എൻജോയ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പ്രകൃതിയെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലായിരുന്നു, അതാ താഴെ നമ്മുടെ കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പം മുകളിലേക്ക് നമ്മുടെ പ്രകൃതി കണ്ടോ. ഈ കാണുന്ന ആ മലനിരകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഭാഗം. കണ്ടോ ഈ കാണുന്ന ഭാഗം.